ഒമാന്റെ ചരിത്രവും സംസ്കാരവും വിളിച്ചോതുന്ന ഒമാൻ എക്രോസ് ഏജസ് മ്യൂസിയത്തിലെത്തിയ സന്ദർശകരുടെ എണ്ണം പുതിയ റെക്കോർഡിലേക്ക്. 3-ാം വാർഷികം ആഘോഷിക്കാനൊരുങ്ങുന്ന മ്യൂസിയം ഇതുവരെ 9.5 ലക്ഷത്തിനടുത്ത് സന്ദർശകരാണ് സന്ദർശിച്ചത്. ദാഖിലിയ ഗവർണറേറ്റിലെ മനഹ വിലായത്തിലുള്ള ആധുനിക മ്യൂസിയം 2023 പ്രവർത്തനം ആരംഭിച്ചത്. 2023 മാർച്ച് 13 മ്യൂസിയം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒമാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ ലിസ്റ്റിലുള്ള പ്രധാന ഇടവും കൂടിയാണ് ഒമാനിലെ ദാഖിലിയ ഗവർണറിലെ മൻഹ വിലായത്തിലുള്ള ഈ ആധുനിക മ്യൂസിയം. സുൽത്താനിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ചരിത്രം, സാംസ്കാരികവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം എന്നിവ പകർന്നു നൽകുന്ന മേഖലയിൽ തന്നെ ഏറ്റവും വലിയ മ്യൂസിയം കൂടിയാണിത്. പ്രവർത്തനം ആരംഭിച്ചത് മുതൽ 2026 ജനുവരി അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 9,40,000 പേരാണ് മ്യൂസിയം സന്ദർശിച്ചത്. ഇതിൽ 7,70,000 പേരും ഒമാനികളാണ്. വിവിധ സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, ഔദ്യോഗിക ചടങ്ങുകൾ എന്നിവയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആളുകളെ ഉൾപ്പെടുത്താതെയുള്ള കണക്കാണിത്. ചരിത്രാതീത കാലത്തെ ആദ്യ കുടിയേറ്റക്കാരിൽ തുടങ്ങി ആധുനിക ഒമാൻ്റെ വിശേഷണങ്ങളിലൂടെ കടന്നുപോകുന്ന കാഴ്ചകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. 2025 പബ്ലിക് ആർക്കിടെക്ചർ അവാർഡും മ്യൂസിയം സ്വന്തമാക്കിയിരുന്നു. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മ്യൂസിയങ്ങളുടെ പട്ടികയിലും എക്രോസ് ഏജസ് മ്യൂസിയം ഇടം നേടിയിരുന്നു. ഒമാൻ്റെ മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് 2015 ജൂലൈ 14 പദ്ധതിക്ക് തുടക്കമിടുന്നത്. മീഡിയ 1 മസ്കത്ത്.